ഹലോ ഗൈസ്, ജിതനാണ്, യുവർ സ്പിരിച്വൽ ബഡി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരു റീൽ പോസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റീൽ പോസ്റ്റർ എന്ന് പറയുമ്പോൾ പലർക്കും എന്താണ് ഈ റീൽ പോസ്റ്റർ എന്നൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയുന്നുണ്ട്. റീൽ പോസ്റ്റർ എന്ന് പറയുന്നത് ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ കണ്ടൻറ്റ് അല്ലെങ്കിൽ എൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഒരു ചെറിയൊരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യും. ആ കണ്ടൻറ്റിനെ പറ്റിയായിരിക്കുള്ളൂ ഞാൻ അടുത്ത വീഡിയോ എൻ്റെ യൂട്യൂബിൽ മെയിൻ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതാണ് റീൽ പോസ്റ്റർ. സോ ലാസ്റ്റ് ഫ്യൂ ഡേയ്സിന് മുമ്പ്, അത് കുറച്ച് ദിവസത്തിന് മുന്നേ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഞാനൊരു റീൽ പോസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഒളിച്ചിരിക്കുന്ന മാൻട്രിക് എന്ന് പറയുന്ന ഈ മാൻട്രിക് എന്ന് പറയുന്ന വേർഡ് ഒട്ടുമിക്ക 80s 90s കിഡ്സിനൊക്കെ സുപരിചിതമായിട്ടുള്ളൊരു വേർഡാണ്. കാരണം ഒരു 1997 ഒരു ഫിലിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ജൂനിയർ മാൻട്രിക്. ജഗദീഷ് അതേപോലെ ജഗതിയൊക്കെ ഉള്ള ഒരു ഫിലിം, ഒരു കോമഡി ഫിലിമാണ്. അതിൻ്റെ കഥ അറിയാത്തവർ, ഈ പറയുന്ന 90s 80s കിഡ്സ് അറിയാത്തവർ കുറവായിരിക്കുള്ളൂ. പക്ഷേ ന്യൂജൻ പിള്ളേരൊന്നും കണ്ടിട്ടുണ്ടാവില്ല, ജെൻസീസ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അവർക്ക് ആ സിനിമ ഒന്ന് കാണുക. അതിനകത്തൊരു മൊട്ടത്തലേനകത്താണ് ഈ പറയുന്ന സംഭവം ഇരിക്കുന്നത്. ഈ പറയുന്ന മൊട്ടത്തല ഉള്ള ഒരു പ്രതിമ ആരാണോ സ്നേഹത്തോടെ കൈമാറുന്നത് അയാൾക്ക് ഈ പറയുന്ന പണി കിട്ടും. അതാണ് ആ സിനിമയുടെ ഒരു ചെറിയൊരു സംഭവം. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സത്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടിലും ഈ പറയുന്ന സാധനം ഇരിപ്പുണ്ട്, ഈ മാൻട്രിക് എന്ന് പറയുന്ന സാധനങ്ങൾ. എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ല, ചിലരുടെ വീട്ടിൽ. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി. ഇതിന് തുടങ്ങി നിങ്ങളുടെ വീട്ടിലോട്ട് ഒരു ശത്രു, നിങ്ങൾക്കറിയാവുന്നൊരു ശത്രു, അല്ലെങ്കിൽ നിങ്ങളുടെ മേളിൽ അതിയായിട്ട് ജലസി കുശുമ്പുള്ള ഒരാൾ ഒരു സാധനം സ്നേഹത്തോടെ നിങ്ങൾക്ക് കൊണ്ടുപോയി തന്നിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലോട്ട് മഞ്ഞ് വഴിക്ക് കൊണ്ടുപോയി തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ ഇൻറ്റൻഷനിൽ നിങ്ങളുടെ വീട്ടിലിട്ടിട്ട് പോയിട്ടുണ്ടോ? ആ സാധനം വന്നതിന് ശേഷമാണോ നിങ്ങൾക്ക് ഈ പറയുന്ന ദുരിതങ്ങൾ, തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സബ്സ്റ്റൻസ്, ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പം നെഗറ്റീവായിട്ടുള്ള എന്ത് സബ്സ്റ്റൻസ് ആണോ അല്ലെങ്കിൽ സംഭവമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടോത്രം തന്നെയാണ് ആക്ച്വലി. ഞാൻ പറഞ്ഞില്ലേ മുന്നേ എൻ്റെ ഒരു വീഡിയോ, കൂടോത്രത്തിൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, കോഴിത്തലയിലും തകിടിലും ഒക്കെ എഴുതി വെക്കാൻ പറ്റുന്ന സാധനമുണ്ടെങ്കിൽ ഒരു ചെറിയ വസ്തുവിനകത്തും ഈ പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിനകത്തും കൂടോത്രം കയറാൻ പറ്റും. ഞാൻ റീസെൻ്റ്ലി ഒരു സംഭവത്തിനകത്ത് കണ്ട കൂടോത്രം എന്ന് പറയുന്നത് എന്താ, ഗണപതിയുടെയും മുരുകൻ്റെയും ഈ പറയുന്ന പ്രതിമയ്ക്കുള്ളിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഭഗവാന്മാർക്ക് പോലും ഈ പറയുന്ന കാര്യത്തിൽ പ്രശ്നമാണ്. കാരണം അത് ഒരാൾ സ്നേഹത്തോടെ നല്ലൊരു ഭഗവാന്റെ ഒരു പ്രതിമ കൊണ്ടുപോയി കൊടുക്കുകയാണ്. നമ്മൾ രണ്ട് കൈ സ്വീകരിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി വെക്കും, ചിലപ്പോൾ പൂജാമുറിയിലും കൊണ്ടുപോയി വെക്കും. എന്നിട്ട് നമ്മളതിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. പക്ഷേ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി അങ്ങനത്തെ കേസുകളിലേക്ക്. ആ ഭഗവാന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോസിലോ ചെറിയൊരു ഡിഫോർമാലിറ്റി അല്ലെങ്കിൽ ചെറിയൊരു അംഗഭംഗം വരുത്തിയിട്ടുണ്ടാവും അവർ ഡെഫിനറ്റ്ലി. എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ചില കേസുകളിലാണെങ്കിൽ ഈ വാച്ച് എന്ന് പറയുന്നൊരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെൻ്റ്ലി ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ കുട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ താല്പര്യമില്ല, കാരണം എക്സ്ക്ലൂസീവായിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ആരോടും ഷെയർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ഒരാളുടെ പ്രൈവസി നമ്മൾ ഷെയർ ചെയ്യുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. ഈ കുട്ടി ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിലാവും, കത്തി കാണും. ഓക്കെ, ഈ പറയുന്ന പോലെ വാച്ച്, അതേപോലെ പെർഫ്യൂം, ഇന്നത്തൊക്കെ ഈ പറയുന്ന സംഭവം ചെയ്ത് വെക്കുന്നവരുണ്ട്. പെർഫ്യൂമിനകത്തൊക്കെ ചെയ്യുന്നതാണ് വിറ്റ്. ഞാൻ വഴിയെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ശത്രുത അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പറയുന്ന സംഭവത്തിനകത്ത് നിങ്ങൾക്ക് തരും. നിങ്ങൾ സ്നേഹത്തോടെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് നിങ്ങളത് വീട്ടിൽ കൊണ്ടുപോയി വെക്കും. വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് തടസ്സങ്ങൾ വരാൻ തുടങ്ങും. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ കൊണ്ട് എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കാൻ തുടങ്ങും പയ്യെ. ഇതൊരു തരം കൂടോത്രം തന്നെയാണ് ആക്ച്വലി. നമ്മൾ അറിഞ്ഞുകൊണ്ടും സ്വീകരിക്കുന്നൊരു കൂടോത്രമാണ്. മാൻട്രിക് സിനിമയിൽ പറഞ്ഞ പോലെ നമ്മൾ സ്നേഹത്തോടെ ഇത് മേടിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നൊരു സംഭവമാണ്. മാൻട്രിക്കാണത് ശരിക്കും പറഞ്ഞാൽ. ഈ സംഭവം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ, ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വീട്ടിലുണ്ടാവുന്ന ദുരിതങ്ങൾ, അതായത് ഈ കൂടോത്രം വീട്ടിലുണ്ടാവുന്ന അതേ ദുരിതങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ടാവും. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ സാധനത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഏതാണ് ആ സാധനം എന്ന് പറയുന്നത്. ഡൗസിങ്ങിലൂടെയൊക്കെ വെച്ച് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അങ്ങേയറ്റത്തായിരിക്കുള്ളൂ നീഡിലിൻ്റെ ഈ പറയുന്ന ഡിഫ്ലക്ഷൻ നടക്കുന്നത്. എക്സ്ട്രീം എൻഡിലോട്ടായിരിക്കുള്ളൂ നീഡിലൊന്ന് ഡിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ആ സാധനം നിങ്ങൾ എത്രയും പെട്ടെന്ന് നോക്കുക. ഈ പറയുന്ന ശത്രുവായിട്ടുള്ള സംഭവങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നോക്കുക. എന്നിട്ട് നമ്മൾ കളയാൻ പറ്റുന്ന സാധനമാണെങ്കിൽ അത് ഒഴുക്കി കളയുക. ഏതെങ്കിലും ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ട് ഒഴുക്കി കളയുക. അല്ല, നിങ്ങൾക്ക് അതിനോട് എന്തെങ്കിലും ഒരു സൂക്ഷിച്ചു വെക്കണം എന്ന ആഗ്രഹങ്ങളുണ്ടെങ്കിൽ
ഈ പറയുന്ന പ്രോസസ്സ് ചെയ്താൽ മതി. അതായത് ഒരു പാത്രത്തിൽ കുറച്ച് കല്ലുപ്പ്, അത്യാവശ്യം കല്ലുപ്പ് ഇട്ടിട്ട് നല്ലോണം വെട്ടി തിളപ്പിക്കുക വെള്ളം. അതുകൊണ്ട് അതിനകത്തോട്ട് ഇത് മുക്കി വെക്കുക. എന്നിട്ട് ഇത് വേണമെങ്കിൽ തിരിച്ച് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ചില കേസുകളിൽ വാച്ചൊക്കെ ആയിരിക്കുള്ളൂ തരുന്നത്, വാച്ചിനകത്ത്. അതൊക്കെ ഒരു വാച്ച് നമുക്ക് മേടിക്കാൻ പറ്റുമല്ലോ, ഡെഫിനറ്റ്ലി പൈസ ഉണ്ടാവുമല്ലോ. ഒരു വാച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിലപ്പോൾ ഒരു വാച്ച് ആയിരിക്കുള്ളൂ, ചിലപ്പോൾ ഒരു 6000-7000 രൂപയുടെ വാച്ചൊക്കെ ആയിരിക്കുള്ളൂ നിങ്ങൾക്ക് തന്നേക്കണത്. നിങ്ങൾക്കത് കളയാൻ താല്പര്യം ഉണ്ടാവില്ല. അറിഞ്ഞുകൊണ്ട് ഒരാൾക്ക് ഇത് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കുട്ടിച്ചോറായി പോവുകയും ചെയ്യും. അത് വേറെ കഥ. അതുകൊണ്ട് നമ്മൾ പരമാവധി അറിഞ്ഞിട്ട് വേറൊരാളെ ദ്രോഹിക്കുമ്പോൾ അതൊരു കർമ്മമായിട്ട് നമുക്ക് തന്നെ തിരിച്ചിട്ടും. സോ അങ്ങനത്തെയൊക്കെ കേസ് കഴിഞ്ഞ സമയത്ത് വാച്ചൊക്കെയാണ് വന്നെങ്കിൽ ഒന്നിനെ ഒരുക്കി കളയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ട് എന്നിലോട്ട് വന്ന ഈ സാധനം ഞാൻ തിരിച്ച് പ്രപഞ്ചത്തിലോട്ട് തന്നെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ച് റിട്ടേൺ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് കുറയും. പയ്യെ നമുക്ക് ആ ഒരു എനർജി പ്രശ്നം ഇല്ലാണ്ടായിട്ട് നമ്മൾ നോർമൽ ബാക്ക് ടു ഇതായിട്ട് പോകും. പിന്നെ പെർഫ്യൂം അടിക്കാൻ വേണ്ടി പറ്റും. പെർഫ്യൂമിനകത്താണ് ഈ പറയുന്ന വശ്യത്തിൻ്റെ ഒരു തരം കൂടോത്രം ചെയ്യുന്നത്. ഈ പെർഫ്യൂം നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കും ഒരാൾക്ക്, അത്ര ആയിരിക്കുള്ളൂ കൂടുതൽ യൂസ് ചെയ്യുന്നവർ. ഇതിനകത്തോട്ട് ഈ പറയുന്ന സംഭവം സുഗന്ധലേപനത്തിൽ സാധനം ചെയ്ത് വെച്ചിട്ട് കൊടുക്കും. നമ്മളിത് യൂസ് ചെയ്ത് തുടങ്ങും. പയ്യെ നമ്മൾ അവർക്ക് അടിമയായി തുടങ്ങും. ഈ സാധനം യൂസ് ചെയ്യുന്നിടത്തോളം കാലം നമ്മൾ അവർക്ക് എന്താണോ ആവശ്യം അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാൻ തുടങ്ങും. സോ നമ്മളൊന്ന് സൂക്ഷിക്കുക. ഒരാൾ ഒരു സാധനം, എസ്പെഷ്യലി നമ്മളോട് ഭയങ്കരമായിട്ട് ജലസി നിൽക്കുന്ന അല്ലെങ്കിൽ ശത്രുവായിട്ട് നിൽക്കുന്ന ഒരാൾ നമുക്കൊരു സാധനം തരുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കുക. ഈ സാധനം വന്നതിന് ശേഷമാണോ നമുക്ക് പണിയെങ്കിൽ ഡെഫിനറ്റ്ലി ആ സാധനം നമുക്ക് ചേരുന്നൊരു ഐറ്റമല്ല. അതിനകത്ത് എന്തെങ്കിലും മാൽ പ്രാക്ടീസ് നടത്തിയിട്ടുണ്ട്. നിങ്ങളെ മാൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ കേൾക്കുന്നവർക്ക് പലർക്കും ഇപ്പോഴേ ഈ പറയുന്ന പുതിയ ജനറേഷൻ പിള്ളേരാണ് ഒട്ടുമിക്ക എല്ലാവരും കാണുന്നത്. വലിയ ഇതൊന്നും തോന്നലുണ്ടാവില്ല. പക്ഷേ ഇങ്ങനത്തെയും കുറേ കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. ഞാനപ്പോൾ എനിക്കറിയാവുന്നൊരു കാര്യമാണ്. കാരണം നിങ്ങൾ കൂടി ഒന്ന് സൂക്ഷിക്കണം. കാരണം ഈ ഒരു സംഭവം ഒരു 3 എണ്ണം ഞാനൊരു മാസത്തിനുള്ളിൽ ഇപ്പോൾ തന്നെ കണ്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോനെ പറ്റി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ വീട്ടിൽ ഒളിച്ചിരിക്കുന്ന മാൻട്രിക് എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന മാൻട്രിക് ഫിലിം, ജൂനിയർ മാൻട്രിക് ഫിലിം കാണാത്തവരാണെങ്കിൽ ജൂനിയർ മാൻട്രിക് ഫിലിം ഒന്ന് ജസ്റ്റ് കണ്ടാൽ മതി. എക്സാക്ട്ലി ഇതാണ് നടക്കുന്നത്. ഏറ്റവും അവസാനം അവരതിനകത്ത് ആ സിനിമയിൽ കുറച്ച് കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഇത് ചെയ്തിട്ടുണ്ട്, സിനിമയുടെ ഇതിൻ്റെ ഗിമിക്സിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ റിയൽ ലൈഫിൽ നമുക്കതൊരു പണിയുടെ രൂപത്തിലായിട്ടായിരിക്കുള്ളൂ വരുന്നത്. സോ ഇതൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി നമുക്ക് ശത്രുത അല്ലെങ്കിൽ ഈ പറഞ്ഞ വൈരാഗ്യമോ നമ്മളോട് വിരോധമുള്ള ഒരാൾ നമുക്ക് എന്തെങ്കിലും സ്നേഹസമ്മാനമായിട്ട് തന്നെയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ വന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് പോകുമ്പോൾ എന്തെങ്കിലും സാധനം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നത് തിരിച്ചപ്പം തന്നെ കൊടുത്തേക്കുക. ഉപേക്ഷിച്ച് പോയ സാധനമാണെങ്കിൽ ഒന്ന് വിളിച്ചു വരുത്തിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പിറ്റേ ദിവസം വീട്ടിൽ കൊണ്ടേ കൊടുക്കുക. കുഴപ്പമില്ല. കുറച്ച് പെട്രോൾ എത്തിച്ചാലും കുറച്ച് സമയം കളഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാമല്ലോ. ചിലർ കർച്ചീഫൊക്കെ ഇട്ടിട്ട് പോകാറുണ്ട് വീട്ടിൽ. അതായത് വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ ഒരു കർച്ചീഫ് അവിടെ ഇട്ടിട്ട് പോകും. ഈ കർച്ചീഫിനുള്ളിലുള്ള സാധനം ഇരിക്കണം. നമ്മൾ പുള്ളിയുടെ കർച്ചീഫല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് വെക്കും, ഇനി വരുമ്പോൾ കൊടുക്കാമെന്ന് പറയും. നമ്മൾ അവിടെ ഇരിക്കലുണ്ടാവുള്ളൂ മാത്രമേ ഉണ്ടാവുള്ളൂ, ഉണ്ടാവില്ല. അതവിടെ നമ്മുടെ കഷ്ടകാലം അവിടെ നിന്ന് തുടങ്ങും. ചില കേസുകളിൽ ഞാൻ പറഞ്ഞ പോലെ വിഗ്രഹങ്ങളൊക്കെ ഇല്ല. അപ്പോൾ പലർക്കും ഉള്ളൊരു സംശയമുണ്ട്, സാറേ ഞാനിപ്പോൾ ഒരു കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ഞാൻ ഒരു പെരതാമസം കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ പെരതാമസത്തിന് എൻ്റെ ശത്രുവിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ കൊണ്ടുവന്ന സാധനത്തിലാണോ എനിക്ക് പ്രശ്നം ഇരിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് സൂക്ഷിച്ച് നോക്കുക. അതിനകത്താണോ പ്രശ്നം ഇരിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വേണ്ടാത്ത സാധനമാണെങ്കിൽ എടുത്ത് കളയാം. ഇനി ഈ പറഞ്ഞാൽ നമുക്ക് സംശയം ഭയങ്കര കൂടുതലായിരിക്കുള്ളൂ. ഇങ്ങനെ പ്രസൻറ്റേഷൻസ് എല്ലാം പൊളിച്ചിട്ട് നമുക്ക് കൊണ്ട് ഇങ്ങനെ കളയാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു ഡൗസിങ് റോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഈ പറയുന്ന നെഗറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. കാരണം ഡൗസിങ് റോഡിന് അങ്ങനത്തെ ഒരു ഹൈലൈറ്റ് ഉണ്ട്. ആക്ച്വലി അതിന് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒരു 2 ചെമ്പിൻ്റെ കഷ്ണമാണെന്ന് നമ്മൾ തോന്നും, പക്ഷേ നമ്മുടെ പ്രപഞ്ചത്തിൽ മൊത്തം എനർജീസാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇതിന് അതിൻ്റേതായ ഒരു എനർജി ഉണ്ട്. ഈ എനർജി സോഴ്സിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കറക്റ്റ് മെഷർമെൻറ്റിൽ കറക്റ്റായിട്ടുള്ളൊരു ഡൗസിങ് റോഡാണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് കണ്ടെത്താൻ പറ്റും. സോ ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് എനർജി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഈ പറയുന്ന ലോകത്ത്. എസ്പെഷ്യലി സ്പിരിച്വാലിറ്റിയിലോട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പിരിച്വൽ എന്ന് പറയുന്നത് ഒരു വലിയൊരു സാഗരമാണ്. അതിന് ഒരിക്കലും അറ്റമില്ല. അറ്റം എത്തിക്കഴിയുമ്പോഴേക്കും നമ്മൾ മോക്ഷത്തിലോട്ട് പോയിട്ടുണ്ടാവും പയ്യെ. സോ അതാണ് സ്പിരിച്വാലിറ്റി. എല്ലാവരും പറയുന്നുണ്ട് ഈ സ്പിരിച്വൽ പാത്തിലോട്ട് ഇറങ്ങണം, കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കവർ ചെയ്യണമെന്ന്. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറയുന്ന പോലെ ഇറങ്ങുന്നതിന് മുന്നേ 100 വട്ടം ചിന്തിക്കേണ്ടതും കൂടിയുണ്ട്. കാരണം അതിലും മാത്രം ചുഴികളും ഉള്ളൊരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന സ്പിരിച്വാലിറ്റി. സോ നല്ലോണം ആലോചിച്ചിട്ടൊക്കെ മാത്രം ഇതിനകത്തോട്ട് ഇറങ്ങിയാൽ മതി ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.